അലഹാൻഡ്രോ ഗർനാച്ചോ. ഈ അലഹാൻഡ്രോ ഗർനാച്ചോയും ഫബ്രീസിയോ റൊമാനോയും തമ്മിൽ എന്തോ നിഗൂഢമായ എന്തോ ഡീല് നടക്കുന്നുണ്ടോ എന്നെനിക്ക് നല്ല സംശയമുണ്ട്. ഫബ്രീസിയോ റൊമാനോയുടെ പോസ്റ്റൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളി നടത്തിയൊരു പോസ്റ്റ്. അപ്പോൾ ആ ഒരു പോസ്റ്റിൽ ഗർനാച്ചോ ജിമ്മിലിരിക്കുന്ന ഒരു പടം പുള്ളി ഇടുന്നു. അതിൻ്റെ താഴെ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവൻ വളരെ വളരെ ആകാംക്ഷാപൂർവ്വം ഇവൻ അവൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അതും ചെൽസിയിലോട്ട്. അത് ട്രാൻസ്ഫർ വിൻഡോയുടെ ഏകദേശം അവസാന ഭാഗത്തായിട്ട് നടക്കും എന്നുള്ള രീതിയിലാണ് ഇവൻ പോസ്റ്റ് ഇടുന്നത്. ഈ രീതിയിലുള്ള പോസ്റ്റുകൾ മാഞ്ചസ്റ്റർ സിറ്റിയോ ആർസനലോ അല്ലെങ്കിൽ ലിവർപൂളോ ഇങ്ങനത്തെ ടീമിനെതിരെ ഇടാനുള്ള ധൈര്യം ഇവനുണ്ടോ? യുണൈറ്റഡിൻ്റെ എന്തുമാത്രം ട്രാൻസ്ഫേഴ്സ് നടന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇവൻ ഇങ്ങനത്തെ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് പ്രതീക്ഷ തരുന്ന പോസ്റ്റുകൾ എപ്പോഴേലും ഇവൻ ഇട്ടിട്ടുണ്ടോ? ആകെപ്പാടെ യുണൈറ്റഡിൻ്റെ കയ്യിലൊരു സെല്ലബിൾ അസറ്റ് എന്ന് പറയുന്ന സാധനം ഇവനാണ്. അവനാണെങ്കിൽ ലോക തോന്നിവാസി. അവനിപ്പം പറയുന്നത് അവൻ ചെൽസിയിലോട്ട് മാത്രമേ പോകത്തുള്ളൂ, 6 മാസം മുതൽ 12 മാസം വരെ എനിക്ക് ചുമ്മാതിരിക്കേണ്ടി വന്നാലും ഞാൻ ചെൽസിയിലോട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഡയറക്റ്റ്ലി ഭീഷണിപ്പെടുത്തുക. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പാമ്പർ ചെയ്ത് ഇത്രയും ഭയങ്കര ഒരു ആരാധനാമൂർത്തി പോലെ കൊണ്ട് നടന്ന നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് ആയിരിക്കും ഇവിടുത്തെ ഒരു നമ്പർ 7 അടുത്ത അവകാശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് വന്ന ഒരു വിഷവിത്താണ് നമുക്കെതിരെ തിരിഞ്ഞ് കൊത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെൽസിയുടെ കാര്യം നോക്കുക. ചെൽസി ആണെങ്കിൽ 30 മില്യൺ പൗണ്ട്സിന് 1 രൂപ പോലും കൂടുതൽ തരത്തില്ല. ഇതാണ് ഞങ്ങളുടെ വാല്യുവേഷൻ. 30 മില്യൺ പൗണ്ട്സ് ആണ് ഞങ്ങളുടെ ഈ ഗർനാച്ചോയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ വാല്യുവേഷൻ. വേണമെങ്കിൽ മേടിച്ചോണ്ട് പോടെ എന്നുള്ള രീതിയിലാണ് ചെൽസിയുടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുണൈറ്റഡ് ഫാൻ പോലും മറക്കാത്ത ഒരു കാര്യമാണ് മൗണ്ടിൻ്റെ ഡീല്. 1 വർഷം മാത്രം ബാക്കി ഉള്ള ആ ഒരു മൗണ്ടിൻ്റെ ഡീല്, മൗണ്ടിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ട്രെയിനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന മൗണ്ടിന് നമ്മുടെ മണ്ടയ്ക്ക് 65 മില്യൺ പൗണ്ട്സിന് അടിച്ചേൽപ്പിച്ച ചെൽസി. ചെൽസിക്കറിയാം എങ്ങനെ വിൽക്കണം, എങ്ങനെ മേടിക്കണം. അപ്പോൾ അത് നമ്മളെക്കാളും അറിയാവുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് തന്നെ 30 മില്യൺ പൗണ്ട്സ് എന്ന് പറയുന്ന ഡീലിൽ 30 മില്യൺ എന്ന് പറയുന്ന സാധനം സ്വപ്നങ്ങളിൽ മാത്രം എന്ന് നമ്മൾ ഉറക്കെ പറയണം. 50 മില്യൺ പൗണ്ട്സിൽ 1 രൂപ പോലും കുറച്ച് ഇവനെ വിൽക്കാൻ വേണ്ടി യുണൈറ്റഡ് തയ്യാറാകരുത്. 3 വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട്. ഏകദേശം 2028 വരെയുള്ള കോൺട്രാക്റ്റ് യുണൈറ്റഡുമായിട്ട് ഗർനാച്ചോയ്ക്കുണ്ട്. 50 മില്യൺ 50K പെർ വീക്കാണ് ഇവൻ്റെ സാലറി. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പ്രഷർ ടാക്ടിക്സ് അത് ചെൽസിയുടെ ഭാഗത്തുനിന്നും ഇവൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ വരുന്ന ഈ രീതിയിലുള്ള പ്രഷർ ടാക്ടിക്സിന് നമ്മൾ വഴങ്ങിക്കൊടുക്കരുത്. നമ്മളും ഭയങ്കര കടുംപിടുത്തത്തിൽ തന്നെ നിൽക്കണം. ലാസ്റ്റ് ഡീൽ നടന്നില്ലെങ്കിൽ ഇവനെ കുറച്ചുകൂടെ കൺവിൻസ് ചെയ്ത് ഇവിടെ നിർത്തി കുറച്ച് ഗെയിമൊക്കെ കളിപ്പിച്ച് അല്ലെങ്കിൽ ഇവൻ ഇവഞ്ച്വലി പോകണമെങ്കിൽ ആ ഇവൻ്റെ വാല്യുവേഷനിൽ നമുക്ക് മാക്സിമം ഇവൻ്റെ വാല്യുവേഷനിൽ നിർത്തിക്കൊണ്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ യുണൈറ്റഡ് ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ചെൽസി അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലെയർ സെയിലും അല്ലെങ്കിൽ ബൈയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ രീതിയിലാണ്. ഇപ്പം ചെൽസി പറയുന്നത് എന്തുവാ, ഈ ഗർനാച്ചോയുടെ ഡീലിൽ വേണമെങ്കിൽ അവർക്ക് വേണ്ടാത്ത നിക്കോളാസ് ജാക്സൺ, ആക്സൽ ഡിസാസി, റെനാറ്റോ വേഗ ഇങ്ങനത്തെ പ്ലെയേഴ്സിനെയൊക്കെ ഡീലിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡീൽ നടത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ആക്സൽ ഡിസാസി അല്ലെങ്കിൽ ജാക്സൺ ഇങ്ങനത്തെ പ്ലെയേഴ്സിന് വേണ്ടി യുണൈറ്റഡ് പോകും എന്ന് തോന്നുന്നില്ല. ഇതിൽ കുറച്ചുകൂടെ ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നത് റെനാറ്റോ വേഗയാണ്. പക്ഷേ ഗർനാച്ചോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ വാല്യുവേഷൻ ഒരിക്കലും 50 മില്യൺ പൗണ്ട്സിന് താഴോട്ട് കൊടുക്കരുത് ദയവ് ചെയ്ത് യുണൈറ്റഡ്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ 40-45 മില്യൺ പൗണ്ട്സിന് യുണൈറ്റഡ് വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണേലും ഗർനാച്ചോയുടെ മണ്ടയ്ക്ക് സെല്ലോൺ ക്ലോസ് നമ്മൾ ഇട്ടേ വിടാവുള്ളൂ. കാരണം ചെൽസി ഇവനെ മേടിക്കുന്നത് ഇവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇവനെ പോറ്റി വളർത്തി 1-2 കൊല്ലം കൊണ്ട് ഇവൻ്റെ വാല്യൂ മെച്ചപ്പെടുത്തി ഇവനെ വിൽക്കാൻ വേണ്ടി തന്നെയാണ് ചെൽസിയുടെ ഉദ്ദേശം. അല്ലെങ്കിൽ ഇവൻ കോൾ പാർമറിനെ പോലെ അവിടെ പോയി പെർഫോം ചെയ്യണം. അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്താൽ ഗർനാച്ചോയ്ക്ക് അവിടെ തന്നെ നിൽക്കാം, ചെൽസിക്കും നല്ല കാര്യം. പക്ഷേ എന്താണെങ്കിലും ഇത്രയും ഹ്യൂജ്ലി ടാലൻറ്റഡ് ആയിട്ട് കഴിഞ്ഞ സീസണിൽ യുണൈറ്റഡിൻ്റെ ഏറ്റവും മോശം സീസണിൽ 6 ഗോൾ പ്രീമിയർ ലീഗിൽ അവൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10, 21, 22 വയസ്സിൽ ഇത്രയും പ്രീമിയർ കഴിഞ്ഞ 2 സീസണായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് 11 കളിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ടീമിൽ കളിക്കുന്ന നല്ല രീതിയിൽ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത ഇത്രയും വലിയ പൊട്ടൻഷ്യലിനെ ഒരിക്കലും 30 മില്യൺ പൗണ്ട്സ് എന്ന് പറയുന്നത് ഒരിക്കലും ജസ്റ്റിഫൈ
സാറ്റിസ്ഫൈ ചെയ്യാവുന്ന ഒരു പ്രൈസ് അല്ല. ഈ ഒരു മാർക്കറ്റ് നോക്കിയോ, ഗ്രീലിഷ് കഴിഞ്ഞ സീസണിൽ ആ പടം ഒരു ഗോൾ എന്താണ് അടിച്ചിരിക്കുന്നത്. അവന് എന്നാ പറയുന്നത്, എവർട്ടണിലോട്ട് ലോണിൽ പോകുമ്പോഴത്തേനും ബൈ ഓപ്ഷൻ പോലെ സിറ്റി വെച്ചിരിക്കുന്നത് 50 മില്യൺ പൗണ്ട്സാണ് 30 വയസ്സുള്ള ഗ്രീലിഷിന്. പിന്നെ സവീഞ്ഞോ, സിറ്റിയുടെ സവീഞ്ഞോയെ നോക്കി, സവീഞ്ഞോയ്ക്ക് വേണ്ടി 50 മില്യൺ യൂറോസാണ് ടോട്ടൻഹാം പേ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. അതിൻ്റെ കാര്യത്തിലും സിറ്റി വഴങ്ങുന്നില്ല. സിറ്റിക്ക് കൂടുതൽ കാശ് വേണമെന്നാണ് സിറ്റി പറയുന്നത്. സവീഞ്ഞോ ഗർണാച്ചോക്കൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ പ്രീമിയർ ലീഗിൽ? ഇത്രയും എക്സ്പീരിയൻസ് പ്രീമിയർ ലീഗിലുണ്ടോ? ഒന്നുമില്ല. കഴിഞ്ഞ സീസണിൽ ആകെപ്പാടെ എല്ലാ 48 മത്സരം കളിച്ചു സിറ്റിക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ സവീഞ്ഞോ. അപ്പം എനിക്ക് തോന്നുന്നത് എല്ലാ കോമ്പറ്റീഷൻസിലുമായിട്ട് 3 ഗോളാണ് ആകെപ്പാടെ സവീഞ്ഞോയ്ക്ക് അടിക്കാൻ വേണ്ടി പറ്റിയത്. എന്നപ്പം നമ്മൾ 30 മില്യൺ പൗണ്ട്സിന് ഗർണാച്ചോയെ വെക്കണം അല്ലേ? ഒരു രക്ഷയില്ല. കളിക്കണ്ട. നീ കളിക്കണ്ട. 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഇവിടെ കളിക്കാതെ നിൽക്കുക. അങ്ങനെ അവന് പറ്റത്തില്ല. കാരണം അടുത്ത വർഷം ഫുട്ബോൾ വേൾഡ് കപ്പാണ് വരുന്നത്. അപ്പം ഈ സവീഞ്ഞോ ആണെങ്കിലും ഗ്രീലിഷൊക്കെ ആണെങ്കിലും മൂവ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അവർക്ക് അവരുടെ നാഷണൽ ടീമിൽ എത്തിപ്പെടണം. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മിനിറ്റ്സ് കിട്ടത്തില്ലെന്നുള്ള ഒരവസ്ഥ കൊണ്ട് തന്നെയാണ് അവർ മൂവ്സ് നടത്തുന്നത്. അപ്പം 6 മാസം മുതൽ 12 മാസം വരെ ഞാൻ കളിക്കാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കേണ്ട മോനെ. ഇനിയിപ്പം ബലേബാഴ ഡീല് നോക്കിയാലും ബലേബാഴ ഡീലിൻ്റെ കാര്യത്തിൽ വലിയ പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല. യുണൈറ്റഡ് ചർച്ചകൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്ര Tier 1 സോഴ്സുകളല്ലാത്ത പലയിടത്തു നിന്നും റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പക്ഷേ വലിയ പാടാണ് ഡീല് നടത്തി എടുക്കാൻ വേണ്ടി. യുണൈറ്റഡ് ഈ ഒരു സീസണിൽ തന്നെ ഡീല് നടത്താൻ വേണ്ടി ഇത്ര പ്രഷർ കൊടുക്കുന്നതിൻ്റെ കാരണം അടുത്ത സീസൺ വരുമ്പോഴത്തേനും ബലേബായ്ക്ക് വേണ്ടി ചിലപ്പം ലിവർപൂൾ വരാം, മാഞ്ചസ്റ്റർ സിറ്റി വരാം, അങ്ങനത്തെ പല ടീമുകൾ, ചിലപ്പോൾ റയൽ മാഡ്രിഡ് വരാം, പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ പല കോമ്പറ്റീഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പെട്ടെന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ ഇങ്ങനത്തെ ഒരു സംഭവം ഈ സീസണിൽ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് കൂടിയാലും നടത്തിയെടുക്കാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബലേബയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രഷർ ടാക്ടിക്സും കാര്യങ്ങളും നടത്തി ബ്രൈറ്റനെ കൊണ്ട് വിപ്പിക്കാൻ വേണ്ടി അവൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമം നടത്തിയില്ലെങ്കിൽ ഡീല് നടക്കാൻ വലിയ പാടാണ്. ബ്രൈറ്റന് താല്പര്യമില്ല. ബ്രൈറ്റൺ പറയുന്നത് ഇവൻ്റെ ബാക്കപ്പായിട്ട് അവർ കരുതുന്ന പ്ലെയർ അടുത്ത സീസണൊക്കെ ആകുമ്പോഴേ അവൻ ഫസ്റ്റ് ടീമിൽ ഇവനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത ട്രാൻസ്ഫർ വിൻഡോയാണ് ബ്രൈറ്റൻ്റെയും എയിം. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് ഈ ഒരു ബലേബാഴ ഡീലിന് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ബാക്കപ്പ് ഓപ്ഷന് വേണ്ടി കൂടെ ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. പിന്നെ ഗോൾ കീപ്പർ ഡൊണ്ണാരുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഫാൻസ് ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ ഡൊണ്ണാരുമ്മയുടെ ഡീല് നടത്തിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ചെൽസി ഓൾറെഡി ബാക്ക് ഓഫ് ചെയ്തു. ചെൽസിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. റൊമാനോ പറയുന്നത് പ്രീമിയർ ലീഗിലേക്കായിരിക്കും ഈ ഒരു കീപ്പർ വരുന്നത്. അപ്പം ഡൊണ്ണാരുമ്മ എന്ന് പറയുന്ന പ്ലെയറും എനിക്ക് ആറ്റിറ്റ്യൂഡ് വൈസ് ഇവനെ വലിയ താല്പര്യമില്ല. ആറ്റിറ്റ്യൂഡ് വൈസ് ഭയങ്കര പ്രശ്നമാണ്. കാരണം AC മിലാനിലും ഈ കാശിൻ്റെ പേര് പറഞ്ഞാണ് ഇവൻ അവിടെ നിന്നും അടിച്ചു പിരിഞ്ഞ് PSG വരുന്നത്. PSG അവൻ്റെ വേജ് ഡിമാൻഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യുണൈറ്റഡിന് പറ്റുമോ? അതും ഒനാന പോണക്കത്തൊരു കീപ്പർ 200K പെർ വീക്കിനടുത്ത് ഏൺ ചെയ്യുന്ന ഒനാന പോണക്കത്തൊരു കീപ്പർ നമുക്കുള്ളപ്പോഴത്തേനും ഇവനെയും കൂടെ കൊണ്ടുവന്നിട്ട് അവനും 200, 250, 300K പെർ വീക്ക് കൊടുക്കാനോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരിക്കലും ഡൊണ്ണാരുമ്മ എന്ന് പറയുന്ന കീപ്പർ എന്നെ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഓൺ ദ ബോൾ എബിലിറ്റി എനിക്ക് അത്ര ഏബിൾ ആണെന്ന് തോന്നുന്നില്ല. ഷോർട്ട് സ്റ്റോപ്പിങ്ങും ഓക്കെയാണ്, പക്ഷെ കുറച്ച് എറർ പ്രോൺ ആണ് ഡൊണ്ണാരുമ്മ. അപ്പോൾ അതുകൊണ്ട് ഡൊണ്ണാരുമ്മ എന്ന് പറയുന്ന ചാൻസ് കാണുമ്പോൾ നമ്മൾ ചാടി അവൻ്റെ മണ്ടയ്ക്ക് വീഴേണ്ട ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് ഈ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് പ്രശ്നങ്ങളുണ്ട്. 1-2 സീസണൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവിടെ പിന്നെയും പ്രശ്നങ്ങളുണ്ടാക്കുവാൻ. അതുകൊണ്ട് ഡൊണ്ണാരുമ്മ ഞങ്ങൾക്ക് നിന്നെ വേണ്ട. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഛന്നം ഭിന്നം കമൻസായിട്ട് ഇടുക.